ശരി, ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും അടൂർ പ്രകാശിനെയും ഒരേ തട്ടിൽ തൂക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണല്ലോ CPM നേതാക്കളിൽ നിന്ന് വരുന്നത്. എന്താണത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ? തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പിൽ ദിലീപ് വിഷയം ഒരു ചർച്ചാ വിഷയമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ഒരാളെന്ന് എനിക്ക് വളരെ വ്യക്തമറിയാം. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത് KPCCയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സുരക്ഷയ്ക്കും കേരളത്തിലെ സ്ത്രീ സുരക്ഷയ്ക്കും പ്രത്യേകിച്ച് ഭയപ്പെടുത്തുന്ന നേതാക്കന്മാർ കൂടിയിരിക്കുന്നുണ്ടെന്നുള്ളത് ചർച്ചാ വിഷയമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ഡാമേജ് വന്നിരിക്കുന്നത് സാക്ഷാൽ KPCC പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് സാറിനാണ്. ദിലീപ് വിഷയത്തെ സംബന്ധിച്ചോളം ആർക്കും എന്താ പറയുക, പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. എനിക്ക് എന്റേതായ ചില കാരണം ഈ വിഷയം ഉണ്ടായി രാത്രി 11:50 മനോരമ എന്ന് പറഞ്ഞ വിഷൻ ചാനലിലാണ് ഡോക്ടർ ലാൽ നടൻ കം പ്രൊഡ്യൂസറായ ലാലിന്റെ വീട്ടിൽ ചെല്ലുകയും അവിടെ മുതലുള്ള ലൈവ് കണ്ട ഒരാളാണ്. പിറ്റോസിന്റെ വൈകുന്നേരം അന്നത്തെ ഒരു പ്രമുഖ ചാനലിൽ ഞാൻ ചർച്ചയ്ക്കുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് 3 മാസം ഞാൻ ചർച്ചയ്ക്കുണ്ടായിരുന്നു, 3-4 ദിവസം ഓടിച്ചിട്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് എന്റേതായ കൃത്യമായ ഒരു നിലപാടുണ്ട്. അതിന്റെ ആദ്യത്തെ ദിവസം ആ രാത്രിയിൽ ലാലിന്റെ വീട്ടിൽ നടന്ന നാടകങ്ങൾ എന്താണെന്നുള്ളത് പ്രത്യക്ഷമായിട്ട് കണ്ട ഒരാളെന്ന നിലയ്ക്ക് അത് ലൈവായിട്ട് നമ്മുടെ കഥകളെ വാർത്തകളവരാണ് വിശ്വസിക്കുന്നത്. എനിക്ക് എന്റേതായ ചില നിഗമനമുണ്ട്. ഞാൻ ഈ ചർച്ചയിൽ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നില്ല, അത് ആഗ്രഹിക്കുന്നില്ല. അത് പിന്നീട് നമുക്ക് ഒരു ചർച്ച ചെയ്യാം. ഇതൊക്കെ ഒന്ന് കലങ്ങി പറയട്ടെ. ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ പൊളിറ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശിന്റെ അഭിപ്രായം അടൂർ പ്രകാശ് പറയുന്നതിനോടൊന്നും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. അതിൽ ഭാഗികമായിട്ട് ശ്രീജിത്ത് പണിക്കർ പറയുന്നതോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ്. പക്ഷേ അടൂർ പ്രകാശ് പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം UDF ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞ വിടുവായുത്തരങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഈ ആദ്യത്തെ പെൺകുട്ടിയുടെ ശബ്ദം ആദ്യം AA ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തുനിന്ന് പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അതിനകത്തൊക്കെ മിതത്വം പാലിക്കണമെന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കാരണം നമ്മുടെ നാടെന്ന് പറയുന്നത് ഏത് രീതിയിൽ ഏത് വൃത്തിയായിട്ട് പ്രവർത്തിക്കുന്നവരെ അനുകൂലിക്കുന്ന കുറെ ആളുകളുടെ ഒരു സംഗമമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. പക്ഷെ എന്നെ ഭയപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല. ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് മാധ്യമങ്ങളോട്. എന്താ അറിയോ? കെണി ഒരുക്കാനായിട്ട് പാർട്ടിക്ക് കെണിയൊരുക്കാൻ കെട്ടിച്ചമച്ച ഒരു കഥയാണ് ഈ രണ്ടാമത്തെ പരാതി എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കണം. കാരണം ഒരു മനുഷ്യനും അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം എവിടെയാണ് ഇരിക്കണം എന്നുള്ളതിന്റെ വലിയ സുബോധം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ, ഈ പെൺകുട്ടിക്കിട്ട് അദ്ദേഹം ചാരിയിരിക്കുന്നത്. ആദ്യം ഈ പെൺകുട്ടി പരാതി കൊടുത്തു KPCC പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും ഒക്കെ. അവർ മെയിൽ ചെയ്തു പരാതി. ആ പരാതി ഇദ്ദേഹം പറയുന്നു, ഞാൻ പ്രതിപക്ഷ നേതാവിനോട് ആലോചിച്ചതിന് ശേഷം നേരെ DGPക്ക് ആ പരാതി ഡൈവേർട്ട് ചെയ്തെന്ന് പറയുന്നു. അപ്പൊ തന്നെ അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അല്ല എങ്കിൽ ഇത് കെണിയാണെങ്കിൽ ഊരും പേരില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുക്കാൻ പാടില്ല. കാരണം DGP മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നതെ. രണ്ടാമത്തെ സംസാരമാണ് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞത്. എവിടെ എന്തുകൊണ്ട് മൊഴി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ മാങ്കൂട്ടത്തിനെ വിളിപ്പിക്കാനായിട്ട് ഇവരെല്ലാവരും രംഗത്തിറങ്ങിയപ്പോൾ ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ADGPക്ക് മുമ്പാകെ ഡയറക്റ്റ് ആയിട്ട് മൊഴി കൊടുത്തു. ആ മൊഴി കൊടുത്തത് പുറത്തുനിന്ന് വാർത്തപ്രകാരമാണെങ്കിൽ നമ്മൾ കേട്ടതിനേക്കാൾ ഭയാനകമാണ്. 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവരുടെ വീടുകളിന്റെ ചുറ്റും പലതവണ പോയി വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് വ്യാമോഹം നടത്തി ഒരു ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി, മറ്റൊരു ക്രിമിനലിനെ വെട്ടി വിളിച്ചു വരുത്തി അതിഭയാനകമായി പീഡിപ്പിച്ച് ദേഹം മുഴുവൻ മുറിവേറ്റു. നമ്മൾ ചാൾസ് ഡാർവിൻസ് എന്ന് പറയുന്ന അമേരിക്കക്കാരൻ 1913 അമേരിക്കയിൽ നടത്തിയ ക്രൂരമായ സ്ത്രീപീഡനമുണ്ട്. സാഡിസ്റ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ബുക്ക് വരെ ഇറങ്ങിയിട്ടുണ്ട്. ആ മനുഷ്യൻ ചെയ്തതിനേക്കാൾ ഭീകരമായിട്ട് ഈ കൊച്ചു പെൺകുട്ടിയെ ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ചത് മാത്രമല്ല, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഗർഭധാരണം നടത്തിയിട്ട് പറയുന്നു അയാൾ അതിന് പറ്റില്ല എന്ന് പറയുന്നു. ആ പെൺകുട്ടി ഒരു പരിധിവരെ കേരള പെൺകുട്ടികൾക്കൊപ്പമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആദ്യത്തെ പെൺകുട്ടിയുടെ പരാതിയിൽ തന്നെ ജനത്തിന്റെ മനസ്സിൽ ആ പെൺകുട്ടികളുടെ സഹതാപം ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി തന്നെ പരാതി കൊടുത്തപ്പോൾ ആ പരാതി പാർട്ടിക്ക് വെച്ച കെണിയാണെന്ന് പറഞ്ഞാൽ അത് മൊഴി പോലും കൊടുത്തിട്ട് പറഞ്ഞ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോട് പറഞ്ഞ ഏറ്റവും വലിയ അപമാനം പറഞ്ഞാണ്. ഒരു സംശയമില്ല. അദ്ദേഹത്തിന് അത് എങ്ങനെ പറയാൻ തോന്നി? ആ പെൺകുട്ടിയല്ലേ പരാതി കൊടുത്തത് പിന്നെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയോ അല്ലെ കേരളത്തിലെ CP നേതാവാണോ പരാതി കൊടുത്തത്? വിക്ടിമായി അതേ പെൺകുട്ടി പരാതി കൊടുത്തിട്ട് മൊഴി കൊടുത്തതിന് ശേഷം ഈ മനുഷ്യൻ ജാമ്യം കിട്ടിയ ഉടനെ പറഞ്ഞെന്താ, അത് പാർട്ടിക്ക് വെച്ചൊരു കെണിയായിരുന്നു എന്ന്. അങ്ങനെ പറഞ്ഞൊരു KPCC പ്രസിഡന്റാണെന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വലിയൊരു നെഗറ്റീവ് കഥാപാത്രമായിട്ട് നിൽക്കുന്നത്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം മലയൊന്നും മറിക്കത്തില്ല, ഒരു ഉത്തേജനമൊന്നും ആ പാർട്ടി നിലയിൽ നമുക്കറിയാം. കാരണം ഒരു ദുർബല
ആരുടെയോ ഒരു നോമിനിയായിട്ട് അദ്ദേഹം വന്നൊരു പകരക്കാരനായിട്ട് വന്നു. ആന്റോ ജോസഫിന്റെ പേരിൽ വന്ന ആരോപണങ്ങളുടെ പേരിൽ ഇദ്ദേഹം വന്നപ്പോൾ നമ്മൾ കരുതുന്ന മാന്യനായ വ്യക്തി മാന്യമായ രീതിയിൽ മിതത്തോടുകൂടി തന്റെ മേലാളന്മാർ പറയുന്ന അനുസരിച്ച് പോകുന്ന പ്രതീക്ഷ. പക്ഷെ ഇതേ ആദ്യ ദിവസം വെരി ഫസ്റ്റ് ഡേ ഓൺവേഴ്സ് ആദ്യത്തെ പരാതി കിട്ടി ആ ഓഡിയോ വന്ന് അന്ന് മുതൽ ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPC പ്രസിഡന്റ് നിലപാടുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടുത്ത പ്രാവശ്യമൊക്കെ പോട്ടെ, അടുത്ത പ്രാവശ്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ ഒരുപാട് ഘട്ടങ്ങൾ വേറെ ഉണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നിലപാടുണ്ടായിരുന്നു. ആദ്യ ദിവസം മുതൽ BD സതീശന് നിർബന്ധ ബുദ്ധിയാൽ ഇയാളെ സസ്പെൻഡ് ചെയ്തതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ നിയമസഭയിലേക്ക് എത്താനായിട്ട് പ്രേരണ കൊടുത്ത ആരാ? അയാളോടൊപ്പം പോയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലേ, ജില്ലാ പ്രസിഡന്റ്, അതിലൊന്നൊരു സ്ഥാനാർത്ഥിയല്ലേ. പിന്നീട് ഈ KPCC പ്രസിഡന്റ് തന്റെ കൈ കൊണ്ട് തന്നെ സസ്പെൻഷന് വിധേയനാക്കിയ ആ മനുഷ്യനെ പിന്തുണച്ചുകൊണ്ട് എത്രയോ തവണ രംഗത്ത് വന്നു. പാലക്കാട് അയാൾ രംഗപ്രവേശം ചെയ്തപ്പോൾ ആദ്യം പിന്തുണ കൊടുത്ത ആരാ? ഈ KPCC പ്രസിഡന്റാ. സസ്പെൻഷൻ പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് അറിയാവോ? അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം, നാളുകളിൽ അദ്ദേഹം ജനങ്ങളെ ഇനി വീണ്ടും അഭിമുഖീകരിക്കുന്നതാ. അപ്പൊ ഈ ഇത്തരം നേതാക്കന്മാര് ഒരുപാട് പേരുണ്ട് ആ കൂട്ടത്തില്. ആ കൂട്ടത്തിലുള്ളത് ഷാമി പറമ്പിലുണ്ട്, പിന്നെ നമ്മുടെ VK ശ്രീകണ്ഠനുണ്ട്. ഞാൻ അവരൊന്നും പരാമർശിക്കുന്നില്ല, അവർക്കൊന്നും അത്ര ഗൗരവം ഞാൻ കൊടുക്കുന്നില്ല. ഷാമി പറമ്പിന്റെ ഒക്കെ നിലപാടുകളെ ജനങ്ങളെ ചോദ്യം ചെയ്തോളൂ, അത് പിന്നീട് പോട്ടെ. ഈ KPCC പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞ ഈ വാക്കാണ് കേരളം ഭയത്തോടുകൂടി. ശരി ശ്രീ റജി ലൂക്കോസ്, അപ്പോൾ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് അത്ര ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, അത് പറഞ്ഞു നിൽക്കാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെ തിരുത്തിക്കുകയും ചെയ്തു. ശ്രീ പണിക്കർ, പക്ഷെ ഇവിടെ സണ്ണി ജോസഫിനെ കൂടി ചിത്രത്തിലേക്ക് 3 പേരല്ലേ ഉള്ളൂ. ഈ KPCC പ്രസിഡന്റ് കേരളത്തിലെ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് നൽകുന്ന മെസ്സേജ് എന്താ? ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു കാമഭ്രാന്തന്റെ കയ്യിൽ അകപ്പെട്ട് പീഡനത്തിനോ ക്രൂരതയ്ക്കോ ഇരയായാൽ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും പ്രമുഖനാണെങ്കിലും ഒരക്ഷരം പോലും മിണ്ടിയാൽ അത് ഈ രീതിയിലുള്ള നിങ്ങൾ ഞങ്ങളെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ശ്രീ പണിക്കർ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾ ഈ ചർച്ചയിൽ വരില്ല, കോൺഗ്രസ് നേതാക്കളോട് ഈ ചർച്ചയ്ക്ക് പോകേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നിരീക്ഷകർ